എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും 2 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന സദ്യ സ്പെഷ്യൽ അവിയലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അവിയലിന് ആവശ്യമായ കഷ്ണങ്ങൾ ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് ഒറ്റ വിസിൽ കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈസി പാചക രീതിയാണ് ഇന്നും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. അവിയൽ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ നോക്കാം എങ്ങനെയാണ് വളരെ രുചികരമായിട്ട് 2 മിനിറ്റിൽ അവിയൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് അവിയലിൻ്റെ പാചകം തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ അളവിലാണ് പച്ചക്കറികൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളത്. അവിയൽ കഷ്ണം എടുക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള കഷ്ണങ്ങൾ എടുക്കുക. ഞാനിവിടെ ക്യാരറ്റ്, കുമ്പളങ്ങ, മത്തങ്ങ, വെള്ളരിക്ക, പടവലം, വഴുതന, മുരിങ്ങക്കായ, ബീൻസ് അങ്ങനെയുള്ള കഷ്ണങ്ങളൊക്കെയാണ് ഇവിടെ നുറുക്കിയെടുത്തിട്ടുള്ളത്. ഇനി വളരെ എളുപ്പത്തിൽ തന്നെ അവിയൽ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് കട്ട് ചെയ്തിരിക്കുന്ന കഷ്ണങ്ങൾ ചേർക്കാം. കഷ്ണങ്ങൾ നല്ലതുപോലെ കഴുകി ഇതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷമായിരിക്കണം കുക്കറിലേക്ക് മാറ്റേണ്ടതും. അവിയൽ തയ്യാറാക്കുമ്പോൾ വെന്ത് കഷ്ണങ്ങൾ ഉടയാതിരിക്കാനും വേണ്ടിയിട്ട് അല്പം വലിയ പീസുകളായിട്ട് തന്നെയാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും. ഇതിലേക്ക് ചേർക്കാനായിട്ട് അരമുറി നാളികേരവും 1/4 ടീസ്പൂൺ അളവിൽ നല്ല ജീരകവും 1 പിടി കറിവേപ്പിലയും 15 കൊച്ചുള്ളിയും എരിവിന് ആവശ്യമായ പച്ചമുളകും പുളിക്കായിട്ട് 2 ചെറിയ കഷ്ണം മാങ്ങയുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. മാങ്ങ എടുക്കുമ്പോൾ നല്ല പുളിപ്പുള്ള മാങ്ങയാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം എടുത്താൽ മതിയാകും. മാങ്ങയുടെ പുളി അധികം തന്നെ കൂടി പോവാതെ വേണം നമുക്ക് ഈ അവിയൽ തയ്യാറാക്കി എടുക്കാനായിട്ടും. നിങ്ങളുടെ കൈവശം മാങ്ങയില്ലെങ്കിൽ തൈരോ തക്കാളിയോ പുളിയോ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം. ഒതുക്കിയെടുക്കുന്ന സമയത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് വേണം ഒതുക്കിയെടുക്കാനായിട്ടും. നാളികേരം ഒതുക്കിയെടുക്കുമ്പോൾ അധികം ഒന്നും കുഴയാതെ വേണം നമുക്ക് ഒതുക്കിയെടുക്കാനായിട്ടും. എളുപ്പത്തിനായിട്ട് നമുക്ക് മിക്സിയുടെ ജാർ ഉപയോഗിക്കാം. ടേസ്റ്റ് കൂടുതൽ അളവിൽ കിട്ടുന്നതിനായിട്ട് നമുക്ക് അരകല്ലിൽ വെച്ച് ഒതുക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടാണ് ഒതുക്കിയെടുത്തിട്ടുള്ളത്. ഇതുപോലെ ആയിരിക്കണം നമ്മൾ ഒതുക്കിയെടുക്കേണ്ടത്. ഇനി നാളികേരക്കൂട്ട് നമ്മുടെ കഷ്ണങ്ങളിലേക്കൊന്ന് ചേർക്കാം. അരപ്പ് മുഴുവനും തന്നെ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കൈ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതിനുശേഷം നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചു കൊടുക്കുക. നാളികേരക്കൂട്ട് മുഴുവനും തന്നെ കഷ്ണങ്ങളിലേക്കൊന്ന് പിടിപ്പിച്ചെടുക്കണം. സാധാരണ നമ്മൾ പാനിലൊക്കെ വെച്ചിട്ട് അവിയൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കായ ചേർക്കുമ്പോൾ ആ ഒരു കായയുടെ കളറെല്ലാം നമ്മുടെ അവിയലിലേക്ക് ഇറങ്ങി വരാറുണ്ട്. പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ കായ വേവിച്ച് ചെയ്യുമ്പോൾ ഒരു തരി പോലും കളറൊന്നും തന്നെ ഇളകി വരികയുമില്ല. അങ്ങനെ നമ്മുടെ കഷ്ണങ്ങൾ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവിയലിന് ആവശ്യമായ പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുക്കർ നല്ല പോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൂടെ കൊടുക്കണം. ഇനിയിപ്പോൾ കയ്യിലുകൊണ്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇനി നേരെ തന്നെ നമുക്ക് അടുപ്പിലേക്ക് മാറ്റാവുന്നതാണ്. അടുപ്പിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇനി ഒരൊറ്റ വിസിലിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ ആദ്യ വിസിൽ വന്നു. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമ്മുടെ കുക്കറിന്റെ എയറെല്ലാം പോയി നല്ല പോലെ ഒന്ന് തണുത്ത് വരട്ടെ. അതുവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ കുക്കറിന്റെ എയറെല്ലാം പോയി വന്നു. ഞാൻ മൂടി ഒന്ന് തുറന്ന് നോക്കുവാണ്. കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. അതുപോലെ ഒരു തരി പോലും കുഴഞ്ഞിട്ടുമില്ല. എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഈ അവിയൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികളൊന്നും ഒരു തരി പോലും കളറൊന്നും തന്നെ നഷ്ടപ്പെടാതെ തന്നെയാണ് നമുക്കിവിടെ വേവിച്ചെടുക്കാനും സാധിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ അവിയൽ ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഈ അവിയൽ ഒരു സെർവിങ് ബൗളിലേക്ക് കൂടെ മാറ്റി കഴിഞ്ഞാൽ രുചികരമായിട്ടുള്ള അവിയൽ ഇനി കുക്കറിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പില കൈകൊണ്ടെന്ന് തിരുമ്മിയതിനു ശേഷം അവിയലിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ട് തന്നെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള അവിയൽ ഇവിടെ റെഡിയാണ്. ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് കൂടെ മാറ്റാം. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര എളുപ്പത്തിലാണ് നമ്മൾ വളരെ രുചികരമായിട്ട് തന്നെ അവിയൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരെ ധൈര്യമായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഒരു തരി പോലും ഫ്ലോ അപ്പ് ആവാത്ത വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു അവിയൽ നമുക്കിനി എല്ലാവർക്കും തയ്യാറാക്കാം. അതിനി ഒരു 2 മിനിറ്റ് സമയം മാത്രമേ ആവശ്യവുമുള്ളൂ. ഈ ഒരു സ്കൂൾ തുറന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ ലഞ്ച് ബോക്സ് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള കറികളാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ഈസി റെസിപ്പികളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത ദിവസവും ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാത്തിരിക്കുക.